കർണാടക ശിരൂരിൽ മരിച്ച അർജുന് വിട നൽകാൻ നാട്. അർജുന്റെ മൃതദേഹം ജന്മനാടായ കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുവരുന്നു. ജില്ലാ അതിർത്തിയായ അഴിയൂർ വെച്ച് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എ.കെ. ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങും. കണ്ണാടിക്കൽ ടൗണിൽ നിന്ന് വിലാപയാത്രയായി വീട്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പായി വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ലതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലതീഷ്, ഈ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് നിലവിൽ എവിടെ എത്തി? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ആര്യ, മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അധികം വൈകാതെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ എത്തിച്ചേരും. അഴിയൂരിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എ.കെ. ശശീന്ദ്രനാണ് മൃതദേഹം ഏറ്റുവാങ്ങുക. ജില്ലാ കലക്ടർ, അതേപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അടക്കമുള്ളവർ അവിടെ കാത്തിരിപ്പുണ്ട്. അതിനുശേഷം മൃതദേഹം ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുവരും. കണ്ണാടിക്കലിലെ വീട്ടിലേക്കാണ് കൊണ്ടുവരിക. കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായി പൂളാടിക്കുന്ന് ദേശീയപാതയിലെ ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് ലോറി ഉടമകളും അർജുൻ്റെ സുഹൃത്തുക്കളും അവിടെ വെച്ച് മൃതദേഹം ഏറ്റുവാങ്ങി അവർ മൃതദേഹത്തെ അനുഗമിക്കും. കണ്ണാടിക്കൽ ടൗൺ വരെ അവർ അനുഗമിക്കും. കണ്ണാടിക്കൽ ടൗണിലെത്തിയ ശേഷം മൃതദേഹം നാട്ടുകാരുടെ വിലാപയാത്രയായാണ് അവിടെ നിന്നും ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക. വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ വീട്ടിലേക്ക് ഇപ്പോൾ തന്നെ വന്നു തുടങ്ങിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിനുള്ളിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും എല്ലാം വീട്ടിനുള്ളിൽ വെച്ചായിരിക്കും അർജുന് അന്തിമോപചാരം അർപ്പിക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ മൃതദേഹം വെക്കാൻ ക്രമീകരിച്ച ഇവിടേക്ക് കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ എത്ര സമയം ആളുകൾ പരമാവധി വന്നു പോകുന്ന മുഴുവൻ സമയവും ആളുകൾക്ക് അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സമയം അനുവദിക്കും. ഉച്ചയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താനാണിപ്പോൾ നിലവിൽ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ, തീർച്ചയായും ലതീഷ്, ഇപ്പോൾ മനസ്സിലാക്കുന്നത് മൃതദേഹം അഴിയൂരിൽ വെച്ച് സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഏറ്റുവാങ്ങിയെന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ഇതിനുശേഷം ഇനി കർണാടിക്കലിലെ വീട്ടിലേക്ക്. ആര്യ, തീർച്ചയായും മൃതദേഹം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വെച്ച് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസിന് നേരെ കണ്ണാടിക്കലിലെ അർജുൻ്റെ വസതി ലക്ഷ്യമാക്കി നീങ്ങും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസ് അതിർത്തിയായ പൂളാടിക്കുന്ന് വെച്ച് മൃതദേഹം ലോറി ഉടമകളും അതേപോലെ തന്നെ അർജുൻ്റെ സുഹൃത്തുക്കളും ഏറ്റുവാങ്ങും. അവിടെ നിന്നായിരിക്കും മൃതദേഹം കണ്ണാടിക്കലെ വീട്ടിലേക്ക് കൊണ്ടുവരിക. ഏകദേശം ഒരു 8 മണിക്ക് മുമ്പായി തന്നെ മൃതദേഹം കണ്ണാടിക്കൽ ഇപ്പോൾ നാം നിൽക്കുന്ന അർജുൻ്റെ വസതിയിൽ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും മറ്റ് പൊതുദർശനമടക്കമുള്ള ിലേക്ക് കടക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വീടിനുള്ളിൽ വെച്ചായിരിക്കും കുടുംബാംഗങ്ങളും അതേപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളും അടക്കമുള്ളവർ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലത്ത് മൃതദേഹം വെക്കും. അവിടെ വെച്ച് പൊതുദർശനം എന്നുള്ള നിലയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും അർജുന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാനായി നിരവധി ആളുകളാണ് കാത്തു നിൽക്കുന്നത്. ഇപ്പോഴും ഈ വിലാപയാത്ര കടന്നു പോകുന്ന ഈ ആംബുലൻസ് വഹിച്ചുള്ള യാത്രയിൽ ആയിരങ്ങളാണ് അർജുനെ ഒരു നോക്ക് കാണാനായി അവിടെ കാത്തിരിക്കുന്നത്. നിലവിൽ ഈ പൊതുദർശനത്തിന് സമയം ക്രമീകരിച്ചിട്ടുണ്ടോ? ആര്യ, ആ നിലയിൽ കൃത്യസമയം എന്നുള്ള നിലയിൽ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ സമയം ആ രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയില്ല. CPIMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ കുടുംബം താമസിപ്പിക്കുന്നതിനായി വീട്ടിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇത്തരത്തിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അർജുന് അന്തിമോപചാരം അർപ്പിക്കാനെത്തും. അർജുൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അടക്കമുള്ള ഒരു വലിയൊരു നിര തന്നെ, ആളുകളുടെ ഒരു വലിയൊരു പ്രവാഹം തന്നെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയിൽ പോലീസും വലിയ ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ മൃതദേഹം വീട്ടിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അഴിയൂരിൽ നിന്ന്
നേരെ വടകര കഴിഞ്ഞ് വടകര കൊയിലാണ്ടി വഴി ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വീട്ടിലേക്കുള്ള വഴിയായ ദേശീയപാത ബൈപ്പാസിൽ വെച്ച് പൂളാടിക്കുന്ന് വെച്ച് മൃതദേഹം അർജുൻ്റെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ ലോറി ഉടമകളും ചേർന്ന് സ്വീകരിക്കും. അവിടെ നിന്നായിരിക്കും നേരെ വീട്ടിലേക്ക് കൊണ്ടുവരിക. കണ്ണാടിക്കൽ വരെ അവർ ഈ മൃതദേഹത്തെ അനുഗമിക്കും. അതിനുശേഷമായിരിക്കും എത്തുക. കണ്ണാടിക്കൽ എത്തിക്കഴിഞ്ഞാൽ കണ്ണാടിക്കലിൽ നിന്ന് വിലാപയാത്രയായി നാട്ടുകാർ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വീട്ടിലെത്തുന്ന മൃതദേഹം കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണമാണ് ആദ്യം ഒരുക്കിയിരിക്കുന്നത്. അതിനുശേഷം മുറ്റത്ത് ക്രമീകരിച്ച പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് മൃതദേഹം മാറ്റും. അവിടെയായിരിക്കും പുറമെ നിന്നും വരുന്ന ആളുകൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം ഉണ്ടാവുക. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി AK ശശീന്ദ്രൻ ഈ ശവസംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ തുടങ്ങി നിരവധി പേർ ഈ വീട്ടിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ മൃതദേഹം സംസ്കരിക്കുന്നതടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. CPIMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ രാവിലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങളെ അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. പരമാവധി ആളുകളെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള എല്ലാ സൗകര്യവും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ആര്യ.